ഹലോ, വെൽക്കം ബാക്ക്. മെഹന്തി കോൺസ് മേക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഷോർട്സ് ഇടുമ്പം അതിൽ കമൻ്റായിട്ട് കുറേ ആൾക്കാർ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുക, ഇതിൻ്റെ പ്രൊഡക്റ്റ് എവിടെയാണ് വാങ്ങാൻ കിട്ടുക, പിന്നെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഓർഗാനിക് കോൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും യൂസ് ചെയ്യാണ്ട് ഓർഗാനിക്കായിട്ട് മെഹന്തി കോൺസ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ കുറേ കെമിക്കൽസൊക്കെ ഉണ്ടാവും. അതാകുമ്പോൾ നമ്മൾ പുറത്ത് വെച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഓർഗാനിക് കോൺസ് അങ്ങനെയല്ല. നമ്മളിത് കറക്റ്റായിട്ട് ഫ്രീസറിൽ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കിത് കുറേ കാലം ലോങ് ആയിട്ട് കിട്ടുള്ളൂ. അതൊരു 5 മാസം വരെയൊക്കെയാണ് ഓർഗാനിക് കോൺ നല്ലപോലെ നമുക്ക് കിട്ടുക, നല്ല സ്റ്റെയിനിൽ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ഹെന്ന കോൺസ് മേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ഈ പ്രോഡക്റ്റൊക്കെ എവിടെയാണ് കിട്ടുക എന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് കമൻറ്റിൽ വരാറുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ അധികവും ബിഗിനേഴ്സ് ആയിക്കല്ലോ കാണുക. നമ്മൾ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിതിൽ വേണ്ട കറക്റ്റ് കാര്യങ്ങൾ, അതായത് ഒരു 100 ഗ്രാം പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബിഗിനേഴ്സ് കിറ്റാണത്. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് എൻ്റെ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നമുക്കൊരു മെഹന്തി കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെന്ന പൗഡർ വേണം, പിന്നെ അതിലേക്ക് എസെൻഷ്യൽ ഓയിൽസ് വേണം, പിന്നെ ഷുഗർ വേണം, ആൻഡ് ഫൈനലി വാട്ടർ വേണം. ഈ 4 ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. 100 ഗ്രാംസ് ഹെന്ന പൗഡറിന് വേണ്ടിയത് 30 ml എസെൻഷ്യൽ ഓയിലാണ്. പിന്നെ അതിന് ഷുഗർ വേണ്ടത് ഒരു 30 to 40 ഗ്രാം ഷുഗർ നമ്മളതിനെടുക്കും. പിന്നെ വേണ്ടത് വാട്ടറാണ്. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക എന്നാണ് പറയാറുള്ളത്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള കണക്ക് എന്താണെന്ന് വെച്ചാൽ 100 ഗ്രാമിന് 240 ml വാട്ടറാണ് വേണ്ടത്. ഇനി നമ്മൾ എസെൻഷ്യൽ ഓയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, എസെൻഷ്യൽ ഓയിൽ പല തരത്തിലുണ്ട്. യൂക്കാലിപ്റ്റസ് ഉണ്ട്, ലാവൻഡർ, ടീ ട്രീ, കാച്ച്പൂത്ത്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് യൂക്കാലിപ്റ്റസ് എസെൻഷ്യൽ ഓയിലാണ്, 30 ml 100 ഗ്രാംസിന്. പിന്നെ വരുന്നത് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കി ആയിട്ട് നമ്മളെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഷുഗർ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളതൊരു പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടറിന് പകരം നമുക്ക് ചായൻ്റെ വെള്ളം യൂസ് ചെയ്യാം, പിന്നെ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്താൽ തന്നെ മതി നമുക്ക് നല്ല സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. എടുക്കുന്ന പൗഡർ ട്രിപ്പിൾ സിഫ്റ്റഡ് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. പലരും വിചാരിക്കുന്നത് നമ്മൾ സാധാ ഷോപ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഹെന്ന പൗഡേഴ്സാണ് ഇതിന് യൂസ് ചെയ്യുന്നതെന്നാണ്. പണ്ട് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് വേറെയാണ്. ഇത് ട്രിപ്പിൾ സിഫ്റ്റഡ് ആയിട്ടുള്ള രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. ഇത് സെപ്പറേറ്റ് ആണ് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കെമിക്കൽ കോൺസിനെക്കാട്ടിലും സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഓർഗാനിക് കോൺസ്. നമുക്ക് പെർഫെക്റ്റായിട്ട് ഡിസൈനൊക്കെ വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മെഷർമെൻറ്റിനനുസരിച്ചുള്ള പൗഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ലപോലെ ഈ ഒരു പേസ്റ്റ് അവിടെയും ഇവിടെ ഒന്നും വേസ്റ്റായി പോകാണ്ട് നമുക്ക് കിട്ടും. ഈ ഒരു സ്പാച്ചുല വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, സാധാ സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു വെയ്റ്റിംഗ് മെഷീൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമുക്കിതിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ അളക്കണമെങ്കിൽ ഈ ഒരു വെയ്റ്റിംഗ് മെഷീൻ വേണം. പൗഡറും അതിനനുസരിച്ചുള്ള ഷുഗറും ഒക്കെ അളക്കണമെങ്കിൽ ഈ ഒരു വെയ്റ്റിംഗ് മെഷീൻ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങളിപ്പം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ പോയിട്ട് ഈ ഒരു വെയ്റ്റിംഗ് മെഷീൻ ഒന്നും വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിഗിനേഴ്സ് കിറ്റ് ഉണ്ടെന്ന്. അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 100 ഗ്രാം പൗഡറും അതിന് വേണ്ട 30 ml എസെൻഷ്യൽ ഓയിൽ, 30 to 40 ഗ്രാം ഷുഗർ, അതൊക്കെ ആയിട്ടുള്ള ഒരു കിറ്റാണിത്. അപ്പോൾ നമ്മൾ അതിലുള്ള ജസ്റ്റ് സാധനങ്ങൾ വെച്ച് മിക്സ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതിൽ നമ്മൾ സെലോഫിൻ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത്, ഞാനൊക്കെ റോൾ ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് തരും. പിന്നെ നമ്മൾ സാമ്പിളായിട്ടൊരു കോൺ റോൾ ചെയ്തിട്ട് അതിൽ വെക്കുകയും ചെയ്യും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. അപ്പോൾ ആദ്യം ട്രൈ ചെയ്യേണ്ടവർക്ക് അത് വാങ്ങി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഞാനിതുപോലെ ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങിയത്. ഈ സ്പാച്ചുല, പിന്നെ വെയ്റ്റിംഗ് മെഷീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെയാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്.
സോ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ ക്ലിങ് റാപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ലെങ്ത് ആയിട്ടുള്ള ക്ലിങ് റാപ്പ് ഇല്ല, അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ടൈപ്പ് ക്ലിങ് റാപ്പ് 2-3 എണ്ണം പീസാക്കിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്താണ്. പിന്നെ പുറമേ ക്ലിങ് റാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ മൂടിയാണ് വെക്കാറ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഈ മൂടി തന്നെയുള്ള പാത്രങ്ങൾ ഉണ്ടാവില്ലോ, ഡബ്ബകൾ ഉണ്ടാവുമല്ലോ, അതിൽ മിക്സ് ചെയ്തിട്ട് വെച്ചാലും മതി കേട്ടോ. ഇനി ഇത് നമ്മളൊരു 6-8 മണിക്കൂറോളം ഡ്രൈ റിലീസിന് വെക്കണം. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ 100 ഗ്രാമിന് ഒരു 6 to 8 ഹവർ മാത്രം മതി ഡ്രൈ റിലീസ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ, നല്ല മഴയും തണുപ്പുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് 8-ലും കൂടുതൽ വെക്കണം. 8 to 24 മണിക്കൂർ, ആ ഒരു ഹവർ അത്രയും വേണം ഇത് ഡ്രൈ റിലീസായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ പൗഡറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഡ്രൈ റിലീസിൽ വെക്കുന്ന ടൈമിനും കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അതും കൂട്ടി എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ഒരു ഓർഗാനിക് കോൺസ് യൂസ് ചെയ്തിട്ട് മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കെയർ ചെയ്യണം. അതായത് അധികം വാട്ടർ യൂസ് ചെയ്യരുത്. നമ്മളിത് പോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ ബാം യൂസ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കസ്റ്റമറിനോട് പറയണം കേട്ടോ. ചിലവർക്ക് ഇതൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ കെയറിങ് ടിപ്സൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് കോൺസ് റോൾ ചെയ്യാൻ നോക്കാം. സെല്ലോഫെൻ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസ് റോൾ ചെയ്തെടുക്കുന്നത്. സെല്ലോഫെൻ ഷീറ്റുകൾ പിന്നെ നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിലോ അതായത് ഫാൻസികളിലൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇതുപോലത്തെ ഡിസൈനിങ് ആയിട്ടുള്ളത് കിട്ടില്ല. ഡോട്ടൊക്കെ വരുന്ന ബേസിക് ആയിട്ടുള്ള ചില പ്രിൻറ്റ്സൊക്കെ അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു സെല്ലോഫെൻ ഷീറ്റ് കട്ട് ചെയ്യുന്ന ഷോർട്സ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കണ്ടു നോക്കി നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റുകളാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് ഇടണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ടാക്കിയിട്ട് ഞാൻ ഇടാം. കാരണം ഡ്രൈ റിലീസിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് കോൺ ഫില്ല് ചെയ്യുന്നതും അന്നപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിപ്പോൾ കുറച്ചുകൂടി പറയാനുണ്ട്, അപ്പോൾ അത് കുറച്ചുകൂടി ലെങ്ത് ആവും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നേരം ഇതിലെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോൾ റോളിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ റോൾ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലൊരു മുട്ടുസൂചി എടുത്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ റോൾ ചെയ്തിട്ട് താഴത്തെ ടിപ്പിൽ ആ ഒരു ഹോള് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു മുട്ടുസൂചി വെച്ചിട്ട് റോൾ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ ഒരു സെല്ലോഫെൻ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു 1/4 ഭാഗം വരുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്യാം. അതിങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കോൺ ഷേപ്പിലായി വരുന്നവരെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു താഴത്തെ പാർട്ടിൽ നമ്മൾ മുട്ടുസൂചി വെക്കുക. മുട്ടുസൂചി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ പിന്നെയും റോൾ ചെയ്യണം, നമുക്ക് കറക്റ്റ് ആ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ റോൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കോൺ സൈസ് കിട്ടും. അന്നപ്പോൾ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് ആ ഒരു മുട്ടുസൂചി എടുത്തിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് അതിൻ്റെ ടിപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി റോൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു കോണ് ഫിറ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു സെല്ലോഫെൻ ഷീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ അത് പല തരത്തിലുള്ള തിക്നെസ്സിൽ വരുന്നുണ്ട്. അതിന് നമ്മൾ മൈക്രോൺസ് എന്നാണ് പറയുക. 25 മൈക്രോൺ, 30 മൈക്രോൺസ്, അങ്ങനത്തെ പല രീതിയിലുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മിനിമം നമുക്കൊരു 25 മൈക്രോൺ ആണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ 30 വരുന്നുണ്ട്. 30 25-നേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതുപോലെ സീൽ ചെയ്യുന്ന സമയത്ത്, കോൺസ് സീൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതായത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഹെന്ന കോൺസ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ്, മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞാണ്. സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മളത് തരും, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് തരും. പിന്നെ നമുക്ക് എത്ര ടൈം ഡ്രൈ റിലീസ് വെക്കണം, അത് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ടൈം ലേശം കൂട്ടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സെല്ലോഫെൻ ഷീറ്റുകളെ പറ്റി പറഞ്ഞു, അത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് പറഞ്ഞു. ഇനി നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും പിന്നെ എത്ര കോൺസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.
അത് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിത് ഇന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ നാളേക്ക് അത് ഡൈ റിലീസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് നാളെ അത് ചെയ്യണം. സോ നാളെ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.